എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗത്തൂടെയാണ് ഇപ്പോൾ നിർദ്ദിഷ്ട കപ്പൽ ചാല് പോകുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അത് ശ്രീ വിവേകാനന്ദൻ സൂചിപ്പിക്കും. നമ്മുടെ NFFന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ കേന്ദ്ര മന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട്, ഒഫീഷ്യൽസിന് കത്തയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് നമ്മൾ കത്ത് കൊടുത്തു. എന്തായാലും ആ കത്തിലേക്ക് വെളിച്ചത്തില് ഫിഷറീസ് വകുപ്പ് മന്ത്രി നാളെ ട്രേഡ് യൂണിയൻസിന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമയം വരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നാളെ വിളിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം കൂടി. ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം ഇതാണ്: പ്രത്യേകിച്ച് ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം സംസ്ഥാന സർക്കാർ. അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന മീൻപിടുത്തക്കാരെ സഹായിക്കാനുള്ള കർശനമായ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. ജൂൺ 1-ാം തീയതി ആഗസ്റ്റ് 1-നാണല്ലോ ഈ ഓർഡർ പ്രാബല്യത്തിൽ വരുന്നത്. അന്നേ ദിവസം എറണാകുളത്ത് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഏതെങ്കിലും ഒരു ഓഫീസ് നമ്മുടെ കോവിഡ് പരിധിയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ അല്ലാത്തടത്തുണ്ടെങ്കിൽ അതിന് അന്വേഷിക്കുന്നുണ്ട്. അന്ന് ഒരു പ്രതീകാത്മകമായ ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പിന്റെ ഒരു ധർണ നടത്തും. കാരണം അതിനു മുമ്പ് നടത്താൻ പറ്റത്തില്ല, 31 വരെ കോടതി വിധി ഉള്ളതുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും അതിനുശേഷം അതാത് സംഘടനകൾ, ഇപ്പൊ കടലിന്റെ പ്രതിനിധി ജൂഡുണ്ട്, കടലിന്റെ നിലപാടെടുക്കാം. കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ഓസ്റ്റിൻ തോമസ് ഉണ്ട്, ആ സംഘടനയുടെ മീറ്റിംഗ് അവർ വിളിച്ചിട്ടുണ്ട്, അവർക്കും നിലപാടെടുക്കാം. ഇപ്പൊ നമുക്ക് ഈ ഇന്നത്തെ തമിഴ്നാട്ടിലെ പല ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് കാര്യങ്ങൾ നിജസ്ഥിതി ഒക്കെ മനസ്സിലാക്കുക എന്നുള്ള ആണ് ഇന്നത്തെ പരിപാടി. പങ്കെടുക്കാൻ വന്ന മുഴുവൻ ആളുകളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ വിവേകാനന്ദന്റെ പ്രസന്റേഷന്റെ ഇതിന്റെ എന്താണ് തുടക്കം മുതൽ ഇപ്പോൾ വരെ എത്തിയിരിക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു രൂപം നൽകുവാൻ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. കോറിഡർ കപ്പൽക്കുള്ള ഒരു പാത സർക്കാർ, പ്രത്യേകിച്ച് ഷിപ്പിംഗ് മന്ത്രാലയം കൊണ്ടുവരാൻ പോകുന്നു. ഇത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും കപ്പലും അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറയുകയും, പത്രവാർത്ത അനുസരിച്ച് അത് പ്രത്യേകിച്ച് കോസ്റ്റ് ഗാർഡുകാരാണ് അതിനെ പബ്ലിസിറ്റി കൊടുത്തത്. കന്യാകുമാരിയിൽ നിന്ന് ഗുജറാത്ത് വരെ ഒരു കപ്പൽ പാത, ഇത് 20 നാട്ടിക്കൽ മൈൽ അകലമുള്ള ഒരു പാതയായിരിക്കും. 15 നാട്ടിക്കൽ മൈൽ ഈ പറയുന്ന കടൽക്കരയിൽ നിന്ന് ഒരു 15 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള ഒരു പാതയായിരിക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോ നമ്മുടെ എല്ലാം ഏകദേശം എല്ലാ ഫിഷർമെനും ഇതൊരു ആശങ്ക ഉണ്ടായി. അവരിപ്പോ മീൻ പിടിക്കുന്ന സ്ഥലം വഴിയാണ് കപ്പലിലെല്ലാം പോകാൻ പോകുന്നു, കരയ്ക്ക് വളരെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ചാ വിഷയമായി. അപ്പോ NFF ഇതിനെ ഏറ്റെടുക്കുകയും ഈ കോറിഡോർ പരിപാടിക്ക് നമ്മള് ഒരു റിജക്ഷൻ കൊടുത്തു. വേണ്ട, ഇത് ശരിയാകത്തില്ല. ഒന്ന്, ഇത് നിങ്ങൾ ആരെയും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല, വിളിച്ച് ചർച്ച ചെയ്തില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം, ഈ പറയുന്ന ലൈവ്ലിഹുഡ്, തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെയാണ് റൂൾസ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കത്തൊക്കെ കൊടുത്തു. നവംബർ 30-ാം തീയതി ഒരു ഏകദിന പ്രൊട്ടസ്റ്റ്
ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളും എല്ലാ കോസ്റ്റൽ സ്റ്റേറ്റ്സിലും ഇതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്തു നടത്തി. ഇത് ബോംബെയിൽ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റ് ആണ്. പണി മുടക്കിയിട്ട് എല്ലാ ബോട്ടുകളും അവിടെ ബോംബെ ഹാർബറിലാണ്. ഒരു 10,000-ഓളം മത്സ്യത്തൊഴിലാളികൾ അവിടെ വന്ന് ഒന്നിച്ച് കൂടുകയും ഇതിനെതിരായിട്ടുള്ള ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എല്ലാ ആൾക്കാരും പങ്കെടുക്കുകയും ചെയ്തു, ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ. ഇതിനു ശേഷം നമ്മുടെ സർക്കാരിന്റെ ഇതിന്ന് മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ഇന്ന് നമുക്കൊരു ചർച്ചയ്ക്ക് ഒരു ക്ഷണം ഉണ്ടായിരുന്നു. നിതിൻ ഗഡ്കരിയെ തന്നെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. വീതിയുള്ള ഇതൊക്കെ തെറ്റാണ്, അങ്ങനെ ഒന്നും ഇല്ല. ഈ കോറിഡോറിന്റെ ഒരു ആശയം ഇപ്പോഴും ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഞങ്ങൾ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഫൈനൽ ആയിട്ടില്ല. എന്നാലും അവരുടെ ഒരു ഇപ്പൊ ഉള്ള ആ സമയത്തുള്ള ആശയത്തിനെ പങ്കും വെച്ചു ആ പ്രസ് റിലീസിൽ. അപ്പൊ അവർ പറഞ്ഞു, മംഗലാപുരത്ത് മാംഗ്ലൂരിൽ നിന്ന് ഒരു 90 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അവിടെ നിന്ന് തുടങ്ങി കന്യാകുമാരി കഴിഞ്ഞിട്ട് കുറച്ച് കന്യാകുമാരിക്ക് തെക്ക് വരെ പോകുന്ന ഒരു പാതയായിരിക്കും. കന്യാകുമാരിയിൽ നിന്ന് അത് 40 നോട്ടിക്കൽ മൈൽ, കന്യാകുമാരിയുടെ ആ തെക്ക് എവിടെ വെച്ച് അത് അവസാനിക്കുന്നു അവിടെ 40 നോട്ടിക്കൽ മൈൽ ആയിരിക്കും ദൂരം. അപ്പൊ ശരാശരി ഇതിന്റെ ദൂരം കരയിന്ന് ഒരു 50 നോട്ടിക്കൽ മൈൽ വരും എന്ന് പറഞ്ഞ് ഒരു പ്രസ് റിലീസ് ഉണ്ട്. എന്നാലും നമ്മള് NFFന്റെ സൈഡിൽ നിന്ന് അഡീഷണൽ ഡയറക്ടർ ജനറലിനെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ചെയർമാൻ നന്ദു പാട്ടീൽ വിളിച്ച് സംസാരിക്കുകയും നമുക്കൊരു മീറ്റിങ്ങിന് അവരുടെ അടുത്തുനിന്ന് ക്ഷണമുണ്ടായിരുന്നു. അപ്പോ 21-22 ഡിസംബർ സമയത്താണ് ഈ മീറ്റിംഗ് മുംബൈയിൽ വെച്ച് നടന്നത്. അഡീഷണൽ ഡയറക്ടർ ജനറൽ തന്നെയാണ് ഇതിനെ പ്രിസൈഡ് ചെയ്തത്, മീറ്റിങ്ങിനെ നയിച്ചത്. അപ്പോ NFF മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ചെയ്തു. പിന്നെ അതിന് മറുപടിയായിട്ട് PG ഷിപ്പിംഗിന്റെ പേരിൽ അവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു. അപ്പൊ നമ്മള് പ്രസന്റേഷൻ ചെയ്തതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ മത്സ്യ വിഭവങ്ങളുടെ ലഭ്യത എവിടെയൊക്കെയാണ് മത്സ്യബന്ധനം നടക്കുന്നത്, ഇന്നത്തെ പ്രശ്നങ്ങൾ, മത്സ്യബന്ധനമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ, പിന്നെ നമ്മള് ഈ കോറിഡോർ എവിടെയാ വരുന്നത്, ആ കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ എന്തായിരിക്കും, നിയമങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അവർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ കോണ്ടിനെന്റൽ ഷെൽഫ്, ഈ ഭൂഖണ്ഡ സോപാനത്തിന്റെ പ്രത്യേകത മത്സ്യബന്ധനത്തെ സംബന്ധിച്ചോളം അവർക്ക് ഭൂഖണ്ഡ സോപാനവും കോണ്ടിനെന്റൽ ഷെൽഫും നന്നായിട്ട് അറിയാം, അതിനെ കുറിച്ചൊന്നും സംശയമില്ല. ബട്ട് മത്സ്യം എവിടെയാ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോണ്ടിനെന്റൽ ഷെൽഫിലാണ്. അപ്പൊ ഈ ഷെൽഫ് വഴി നിങ്ങൾ കപ്പലെ വിട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പടങ്ങളൊക്കെ കാണിച്ചു. നമ്മുടെ മത്സ്യ ലഭ്യത സർക്കാർ 2010 ഇറക്കിയുണ്ടായിരുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ 100 മീറ്റർ കടൽ താഴ്ചയിനകത്താണ് 86% മത്സ്യം കിട്ടുന്നത്. 200 മീറ്ററിനകത്ത് 92% കിട്ടുന്നുണ്ട്. ഈ 500 മീറ്റർ, അതായത് ഈ പറഞ്ഞ കോണ്ടിനെന്റൽ ഷെൽഫ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 95% ഇവിടെ തന്നെയാണ്. ഈ ആഴക്കടൽ എന്ന് പറയുന്നത് 5% ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആഴക്കടൽ വഴി കപ്പൽ പോയാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഈ 95% ഞങ്ങൾക്ക് ഈ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് കിട്ടുന്നത്, 500 മീറ്റർ താഴ്ചയുള്ള കടലിനകത്ത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ പടമും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇതും കാണിച്ചു. നമുക്ക് വേറെ ഒരു സോഴ്സ് വഴി കിട്ടിയപ്പോ ഇതായിരുന്നു. ഈ വെളിയിലുള്ള ലൈന് വന്നിട്ട് നമ്മുടെ ഇന്ത്യ സമുദ്രത്തിന്റെ ബൗണ്ടറീസ് ആണ്. ഇതിനകത്തുള്ളത് ഇത് 200 നോട്ടിക്കൽ മൈലിന്റെ വരയാണത്. ഉദാഹരണം ഇപ്പൊ അതിലെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 68 കിലോമീറ്റർ ഇട്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് 200 മീറ്റർ താഴ്ച ഉള്ള കടലിലേക്ക്. ഉദ്ദേശം 100 മാറ്, അത് ഒരു 68 കിലോമീറ്റർ വരും. ഏകദേശം ഒരു 38 നോട്ടിക്കൽ മൈലാണ് അതിന്റെ കണക്ക്.
ഇപ്പൊ കാണിക്കുന്നത് 500 മീറ്റർ ലൈൻ. അതേ സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ ഈ 68 കിലോമീറ്റർ ഇട്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ 134 ഒരു 56 കിലോമീറ്റർ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ 200 മീറ്റർ താഴ്ചയുള്ള പോയിന്റിൽ നിന്ന് 500 മീറ്റർ താഴ്ചയുള്ള കടലിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഒരു 54 കിലോമീറ്റർ 30 നാട്ടിക്കൽ മൈലോളം വരുന്നുണ്ട്. ഇത് നമ്മൾ കാണിച്ചു. ഈ 2 ലൈനും ഇട്ട് നോക്കിയപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നത്തെ പ്രശ്നത്തിനും ഇതൊരു ഉപയോഗകരമായിരിക്കും. ഈ പറയുന്ന പടം, ഈ ചെറിയ ഒരു ലൈന് 200 മീറ്റർ നാട്ടിക്കൽ മൈലിൽ ഒരു കറുപ്പ് ഡോട്ടഡ് ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചുമന്ന ഒരു ലൈൻ ഉണ്ട് 500 നോട്ടിക്കൽ മൈൽ, 500 മീറ്റർ താഴ്ചയുള്ള കടൽ. 200 മീറ്റർ താഴ്ചയും 500. നിങ്ങൾ നോക്കിയാൽ മൊത്തം ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലത്തും ഇത് ഈ 2 ലൈനും വളരെ അടുത്താണ് കിടക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഒരു വ്യത്യാസം വരുന്നത്. 200 നോട്ടിക്കൽ മൈലിനും 200 മീറ്റർ താഴ്ചയുള്ള കടലിനും ആ പോയിന്റിൽ നിന്ന് 500 മീറ്റർ താഴ്ചയുള്ള കടൽ വരേക്കും പോയാൽ ഒരു നല്ല ഒരു വീതി അകലം കിട്ടുന്നത് നമുക്ക് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളവിടുത്തെ നമ്മുടെ മൊത്തത്തിലുള്ള ബോട്ടുകളുടെ കണക്കൊക്കെ കൊടുത്തു. എത്ര മത്സ്യത്തൊഴിലാളികളാണ്, എത്ര ബോട്ടുകളാണ്. വെസ്റ്റ് കോസ്റ്റിനെ സംബന്ധിച്ചോളം ഏകദേശം 1 ലക്ഷം യാനങ്ങൾ, യന്ത്രവൽകൃത, മോട്ടോർ ഘടിപ്പിച്ച, മോട്ടോർ ഇല്ലാത്ത എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു 96,000 വള്ളങ്ങളും ബോട്ടുകളും എല്ലാം ഉണ്ടെന്നുള്ള ഒരു കണക്ക് അതിനെ അവര് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എത്രയും ആൾക്കാർ ഇതിനെ ബേസ് ചെയ്ത് അവരുടെ ലൈവ്ലിഹുഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിനു ശേഷം DG ഷിപ്പിംഗ് എന്ന് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ, അതിലെ സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോ, മത്സ്യബന്ധനം നടക്കുന്ന ഒരു സ്ഥലത്തും നമ്മൾ ഇതിനെ ഈ പാത ഇടത്തില്ല. പൊതുവെ കടലിൽ പോകുന്ന കപ്പലുകൾക്ക് എല്ലാത്തിനും അവർക്ക് പോകാനുള്ള, കടലിൽ എവിടെയും സഞ്ചരിക്കാനുള്ള ഒരു അനുവാദമുണ്ട്, അവകാശമുണ്ട്, അവർക്ക് ചെയ്യാം. ഇത് ഇന്റർനാഷണൽ ലോ ഓഫ് ദ സീ അനുസരിച്ചിട്ടുള്ള അവർക്കുള്ള ഒരു അവകാശമാണ്. അപ്പൊ അതനുസരിച്ച് ചില പ്രത്യേക ഏരിയയിൽ മാത്രം കൂടുതൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കപ്പലിന്റെ പോകുന്നതെന്ന് പറഞ്ഞും കുറച്ച് നിയന്ത്രിക്കാനുള്ള വകുപ്പുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രയോഗിച്ച് ചെയ്യാൻ പോകുന്നു. ഈ ഫിഷിംഗ് ആക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്യത്തില്ല. ഇതിന്റെ ഉദ്ദേശം ഈ പറയുന്ന ചരക്ക് കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും തമ്മിലുള്ള ഒരു കൊലിഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. അപ്പൊ ഈ കോറിഡോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന കപ്പലുകൾ എവിടേക്ക് കൂടുതൽ ഈ ബോട്ടുകൾ പ്രവർത്തനമുണ്ടോ അവിടേക്ക് പോകേണ്ടി അത്യാവശ്യമാണെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം അങ്ങ് അവിടെ നിന്ന് ചോദിച്ചിരുന്നു, ഈ ഷിപ്പിംഗ് കോറിഡോർ വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പറ്റുമോ? നമ്മള് ഇന്റർനാഷണൽ ലോ ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അഭിപ്രായമാണ് വന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, ഈ പാതയില് ഒരു പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി കപ്പൽ അതുവഴി പോകാൻ സാധ്യതകളുണ്ട്. മത്സ്യബന്ധനം അതിൽ ചെയ്യാൻ പാടില്ല, മത്സ്യബന്ധനം പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അതിനെ ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള ഏരിയയിലൊക്കെ മീൻ പിടിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാതയിൽ തന്നെ മീൻ പിടിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാലും ലൈറ്റ്, റിഫ്ലക്ടർ, സെൻസർ, ഫ്ലോറസെന്റ് പെയിന്റ് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രോസ് ചെയ്ത് പോകുന്നവരൊക്കെ ഉപയോഗിക്കണമെന്നും പറഞ്ഞു. പിന്നെ അവര് മത്സ്യത്തൊഴിലാളികളുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് ഇതിന്റെ എന്തെങ്കിലും തീരുമാനം എടുക്കത്തുള്ളൂ എന്നുള്ളതും അഷുറൻസ് കൊടുക്കും. അപ്പൊ ആ മീറ്റിംഗിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ടു, ആ മീറ്റിംഗിൽ അവർ ഒരു മാപ്പ് ഒന്ന് നമുക്ക് കാണിച്ചു, നാട്ടിക്കൽ ചാർട്ട് ഒന്ന് കൊടുത്തു. അതിൽ അവർ പെൻസിലിൽ വരച്ചത് കാണിച്ചു. നമുക്ക് അതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് ശരിയായിട്ടുള്ള രീതിയിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതൊന്ന് ഞങ്ങൾക്ക് തരാമോ? അപ്പൊ അവർ പറഞ്ഞ് ഇതിനെ ശരിയാക്കിയിട്ട് ഞങ്ങൾ വേണമെങ്കിൽ സ്കാൻ ചെയ്ത് കൊടുക്കാം. സാധാരണഗതിയിൽ
പബ്ലിക് ഹിയറിംഗ്, പബ്ലിക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ അതിനെ സൈറ്റിൽ ഇടും, നോട്ടീസ്, ഡ്രാഫ്റ്റ് നോട്ടീസ് ഇടും. ആ സമയമാണ് നിങ്ങൾക്ക് കാണേണ്ടത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ സമയം വരെ കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്താൽ ഉപയോഗമായിരിക്കും നിങ്ങൾക്കൊന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെ അതിനെ നമുക്ക് സ്കാൻ ചെയ്ത് അയച്ചു തന്നു. അവർ നേരത്തെ പറഞ്ഞത് മംഗലാപുരത്ത് നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്, തെക്കോട്ട് അവിടെ നിന്ന് തുടങ്ങി കന്യാകുമാരി വരും എന്നുള്ളത്. ബട്ട് നമുക്ക് പിന്നീട് കിട്ടിയ മാപ്പ് കാസർഗോഡിൽ നിന്നാണ് തുടങ്ങുന്നത് കണ്ടു. ചെറിയൊരു വ്യത്യാസം. ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ചോദിച്ചായിരുന്നു എന്താണെന്നുള്ളത്, ഒരു ഇൻഫോർമലായിട്ട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അവിടെ എന്തോ ഈ ONGC-കാർ എന്തോ ഒബ്ജക്ട് ചെയ്തു എന്നാണ് കേട്ടത്. ബട്ട് ഇത് ഔദ്യോഗികമല്ല, അനൗദ്യോഗികമായിട്ട് കിട്ടിയ വിവരമാണ്. ഇനി കാസർഗോഡ് നിന്ന് തുടങ്ങി ഒരു ചെറിയ വ്യത്യാസം ചെയ്തിട്ട് അവര് പണം കൊടുത്തു. എന്നാലും നമുക്ക് മത്സ്യത്തൊഴിലാളിക്ക് പറയത്തക്ക രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള അതിന്റെ ഒരു യൂസ്ഫുൾനെസ് ഇല്ലായിരുന്നു. ഒവ്വൊരു സ്ഥലത്തും നമ്മുടെ ഇപ്പൊ പുല്ലുവിളയിലുള്ള മത്സ്യത്തൊഴിലാളി എന്റെ ഗ്രാമത്തിൽ നിന്ന് ഇത് എത്ര നാട്ടിക്കൽ മൈലാണ് ചോദിച്ചാൽ കണക്ക് പറയാൻ നമുക്ക് പറയേണ്ടി വരും. പുതിയ തുറയിൽ നിന്ന് എന്താണെന്ന്, വിഴിഞ്ഞത്ത് നിന്ന് എന്താണ്, ഇത് അങ്ങനെയാണല്ലോ നമ്മൾ മത്സ്യത്തൊഴിലാളി ചോദിക്കാൻ പോകുന്നത്. അതിനുള്ള ഇത് സൗകര്യമല്ല. ഒരു പടത്തിനെ സ്കാൻ ചെയ്ത് അയച്ചു, അതിൽ നിന്ന് നമുക്ക് ഒരു കണക്കും എടുക്കാൻ പറ്റില്ല, കാണിക്കാനും പറ്റില്ല ശരിയായ രീതിയിൽ. അതിനൊരു ശരിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇതിൽ ചെയ്ത് കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് LCD പ്രൊജക്ടർ വെച്ച് നമുക്ക് പ്രൊജക്ട് ചെയ്ത് പലർക്കും കാണിക്കാന്നുള്ള രീതിയിൽ, അല്ലെ കമ്പ്യൂട്ടറിൽ കാണിക്കാനോ സെൽഫോണിൽ കാണിക്കാൻ പോലും ഇന്ന് മാർഗങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ അവർ ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളവരങ്ങനെ അതിനെ കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് എടുത്ത് അത്രയും ഒരു പരിചയമുള്ളവരല്ലായിരുന്നു. പിന്നെ നമ്മളതിനെ വേറെ കുറെ ഈ GIS, ജോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന GIS നല്ല വ്യക്തന്മാരെയൊക്കെ വെച്ച് ഈ കോർഡിനേറ്റ്സിന് കൊടുത്ത് അവരിതിനെ നമുക്ക് പടമാക്കി തന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലായത്, ഇപ്പൊ ഗൂഗിൾ മാപ്പില് എല്ലാം ഉണ്ട് നമുക്കറിയാം. ബട്ട് അതേസമയം കടലിനടിത്തട്ടിലുള്ള ഈ കളർ വെച്ച് ചില വ്യത്യാസങ്ങൾ അവർ കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഡെപ്ത്, ശരിയായിട്ടുള്ള ഒവ്വൊരു സ്ഥലത്തും ഉണ്ടാകുന്ന ഡെപ്ത്, അതായത് താഴ്ച, കടലിന്റെ താഴ്ച, അതിന്റെ ലൈൻസ് ഒന്നും അതിൽ വരയ്ക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ചില പ്രധാനപ്പെട്ട ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ്, IIT ബോംബെ, ഇവിടെയൊക്കെ പോയപ്പോ അവർക്ക് ഈ പറയുന്ന നോട്ടിക്കൽ ചാർട്ട്സ് ഒന്നും ഡിജിറ്റൽ ഫോമിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. അത്ര ഈസി അല്ല എന്നുള്ളത് മനസ്സിലായി. DG ഷിപ്പിംഗിൽ ചോദിച്ചാൽ അവർ പറയുന്നത് സാർ ഞങ്ങളും ഇതിലൊന്നും ഇങ്ങനെ ചാർട്ടൊക്കെ ഞങ്ങൾ ഇപ്പോഴും പഴയ രീതിയിലാണ്, ഇത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് അതിനെ നാവിഗേഷന് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ള രീതിയിലാണ് അവരും പറഞ്ഞത്. അതേസമയം നമ്മളിവിടെ തൂത്തൂർ പോലെ മത്സ്യത്തൊഴിലാളികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരിപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഇതിന്റെ ചാർട്ട്സ് എല്ലാം ഇട്ട് അവര് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പൈറേറ്റഡ് എഡിഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ അഫീഷ്യലായിട്ട് വാങ്ങിച്ചതൊന്നും അല്ല, അൺഅഫീഷ്യൽ ആയിട്ട് അവര് എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ, ഇതൊക്കെ ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ കോസ്റ്റൽ സോൺ മാനേജ്മെന്റിനെ സംബന്ധിച്ചോളം. ടോപ്പോഗ്രാഫി ചാർട്ട്സ് കിട്ടൂല, അതുപോലത്തെ ഇതും ഒരു ലിമിറ്റേഷൻ ആണ്. ഇതിലും നമുക്ക് ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനില് വളരെ കുറവാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട്സ് എവിടെയാ പോകുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് പഠിക്കുകയും ചെയ്തു. പിന്നീട് ഇതേ മാപ്പ് DG ഷിപ്പിംഗ് ഓഗസ്റ്റ് 2019 ഓഗസ്റ്റ് 5-ാം തീയതി അവർ ഇതിനെ ഡ്രാഫ്റ്റ് ആയിട്ട് ഇറക്കി പബ്ലിക് കമന്റ്സിന്. അപ്പൊ ഞാനിപ്പോ കുറച്ച് പടങ്ങൾ കാണിക്കാം. ലോകത്തിലുള്ള ഈ ഷിപ്പിംഗ് റൂട്ട്സിനെ കുറിച്ചുള്ള ഒരു ഇത് ഇപ്പൊ പല വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഉദാഹരണം ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊക്കെ സ്ഥലത്ത് കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ലൈവായിട്ട് കാണിക്കുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. അതുപോലത്തെ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് ഇപ്പൊ പടത്തിനായിട്ട് എടുത്തത്. ഇതെന്ന് നമുക്കറിയാം, അഫ്കോഴ്സ് ഇതിന്റെ ഷിപ്പിന്റെ സൈസ് യഥാർത്ഥ സൈസ് അല്ല, അതുകൊണ്ട് ഒത്തിരി കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആണ്. എന്നാലും
ലോകം ഈ കടൽ മുഴുവനും കപ്പലുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്ക് കുറച്ചുകൂടെ പ്രസക്തിയാണ്. ഈ പാത അവർ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, എന്താണെന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ നമുക്ക് കന്യാകുമാരി ഇവിടെ എവിടെയുണ്ട്, ശ്രീലങ്ക ഉണ്ട്. ഇപ്പോ ഈ ഒരു പാത വരുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. ലോകത്തിൽ ഒത്തിരി കപ്പലുകൾ ഈ ചൈന തൊട്ട് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പല രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് സാധനം കൊണ്ടുപോവുകയും തിരിച്ച് സാധനം കൊണ്ടുവരികയും ഇതിൽ എണ്ണക്കപ്പലുകൾ ആവശ്യം പോലെ ഉണ്ട്. ഈ റൂട്ടിലാണ് വരുന്നത്. അവർ ഈ ശ്രീലങ്കയുടെ തെക്കോട്ട് കയറി കന്യാകുമാരി സൈഡിലേക്ക് വന്ന് നമ്മുടെ അറബിക്കടലിൽ ഇങ്ങനെ കയറി രണ്ട് റൂട്ട് കാണാം നമുക്ക്. ഒന്ന് ഈ പറയുന്ന പെർഷ്യൻ ഗൾഫ്, ഈ ഒമാൻ ആ ഭാഗത്ത് പോയി പിന്നെ അകത്ത് ഇറാൻ വരെ പോകുന്നുണ്ട്. മറ്റൊരു പാത ഇങ്ങോട്ട് കയറി ഗൾഫ് ഓഫ് ഏഡൻ, റെഡ് സീ വഴി, സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ യൂറോപ്പിലേക്ക് പോവാം. രണ്ട് പ്രധാനപ്പെട്ട പാതയാണ് നോർമൽ ആയിട്ടുള്ളത്. പാത എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഉള്ള പാതയല്ല, സ്വാഭാവികമായിട്ട് ആൾക്കാർ കപ്പലുകൾ ഉപയോഗിക്കുന്ന പാത. അപ്പോൾ നമുക്ക് കാണാം ഇതില് നമുക്ക് വേറെ കുറെ കാണാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള ചില ഈ പറയുന്ന പോർട്ടിലേക്ക് വരുന്ന കപ്പലുകളുണ്ട്. വിഴിഞ്ഞമായിരിക്കാം, കൊച്ചി ആയിരിക്കാം, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മംഗലാപുരം തൊട്ട് ഗുജറാത്തിലുള്ള പോർട്ട് വരെ ഇതുവഴി കയറുന്നത്. അപ്പൊ ഈ പറയുന്ന നിയമം, ഷിപ്പിംഗ് കോറിഡോറിന്റെ ഉദ്ദേശം ഇന്ത്യയിൽ നമ്മുടെ കരയിലേക്ക് വരുന്ന കപ്പലിന് വേണ്ടി അല്ല, നമ്മുടെ കടൽ വഴി മറ്റു രാജ്യങ്ങൾക്ക് സഞ്ചരിക്കുന്ന കപ്പലുകളെ നിയന്ത്രിക്കാനുള്ള റൂളാണ്. അതൊന്ന് മനസ്സിലാക്കണം. അതൊരു ലിമിറ്റഡ് ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഇത് ഇപ്പൊ നമ്മുടെ ബോംബെയിലൊക്കെ നമ്മുടെ മത്സരാളികൾ പലരും ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ ബോട്ടും, ഞങ്ങൾക്ക് എന്താ ഒരു കപ്പൽ പാത ഉണ്ടാക്കുന്നില്ല. ബട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബോംബെ പോർട്ടിലേക്ക് വരുന്ന കപ്പലായിരിക്കും ചിലപ്പോ ഈ ആക്സിഡന്റിലേക്ക് ഉണ്ടാകുന്നത്. ഇവിടെ ഇവര് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യൻ പോർട്ടിലേക്ക് വരുന്ന കപ്പലുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ല, നമ്മുടെ കടലിനെ ഉപയോഗിച്ച് ഗൾഫിലേക്കും ഈ യൂറോപ്പിലേക്കും പോകുന്ന കപ്പലുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് ഒരേക്ക് പോകുന്നത് ഗൾഫിലേക്ക്, പെർഷ്യൻ ഗൾഫിലേക്ക്. ഇത് ഈ പറയുന്ന ഗൾഫ് ഓഫ് ഏഡൻ, റെഡ് സീ പോകുന്ന റൂട്ട്. അപ്പൊ ഇങ്ങനെ അവര് ഇതിനെ ക്രമപ്പെടുത്താനായിട്ട് ഇങ്ങനെ പാത ആദ്യം വരച്ചു. ഇവിടെ ഒരു ഇടയ്ക്ക് വെച്ച് ഒരു വലിയൊരു ട്രാഫിക് സർക്കിൾ പോലെയാണ്. കന്യാകുമാരിക്ക് സൗത്ത് വെസ്റ്റ്, തെക്കും പടിഞ്ഞാറ് ഒരു ട്രാഫിക് ഒരു വലിയ ഒരു സർക്കിളാണ്. അപ്പോ ഈ 4 ലെയിൻസ് ആണ് ഇവിടെ വന്ന് ചേരുന്നത്. അപ്പോ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാം, ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് പോവാം. ട്രാഫിക് സർക്കിളാ ഇത്? കന്യാകുമാരി സൗത്തിൽ வந்து ട്രാഫിക് സർക്കിളാ? അത് ട്രാഫിക് സർക്കിൾ ഫിസിക്കലായിട്ട് ഒരു സർക്കിളോ ഒരു കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാകില്ല. ലാറ്റ്ലോക്ക് പൊസിഷൻസ് വെച്ച് 4 പാതയിലുള്ള കപ്പലുകൾ അവിടെ വന്ന് ചേരുന്നത് കൊണ്ട് ട്രാഫിക് ജംഗ്ഷൻ. ട്രാഫിക് ജംഗ്ഷൻ. അപ്പൊ ആ ജംഗ്ഷൻ ഒന്ന് ഇവിടെ ഉണ്ടാകും. സോറി, ജംഗ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. ഇതിങ്ങനെ പോകും മറ്റേ സ്ഥലത്തേക്ക്. അപ്പൊ ഇതിലും നിങ്ങൾ നോക്കുക, 2 ദിശയില് ഒരു അപ്പ് ഡൗൺ. അപ്പൊ 2 ലൈൻ ഉണ്ട്, ഇടയ്ക്ക് വെച്ച് ഒരു ഡിവൈഡർ. അപ്പൊ ലൈൻ ലെഫ്റ്റിലെ ഒരു ലൈൻ, റൈറ്റിലെ ഒരു ലൈൻ. ലെഫ്റ്റിലുള്ളതിന് മുകളിലേക്ക് ഗൾഫിലേക്ക് തിരിച്ചു വരുന്നത് റൈറ്റ് ലൈനിലെ കാണും. ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്, ബിക്കോസ് അവർ തമ്മിൽ കൂട്ടി മുട്ടാൻ ഇരിക്കാൻ വേണ്ടി. അപ്പൊ അതാണ് ഇതിന്റെ ഈ പാതയുടെ ഒരു കൺസ്ട്രക്ഷൻ വിശകലനം, ഇതിന്റെ അവരുടെ ആശയം. ഇതാണ് ആദ്യം കിട്ടിയ പടം. പിന്നെ നമ്മളതിനെ കുറച്ചുകൂടെ നമ്മള് ലാറ്റ്ലോക്ക് കൊടുത്ത് ഇതിനെ കംപ്ലീറ്റ് ഡിജിറ്റൽ ചെയ്ത് വരച്ചെടുത്തതാണ് ഈ പടം. ഇത് കുറച്ചുകൂടെ നമുക്ക് ഇത് വെച്ച് മെഷർമെന്റ് ഒക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു.
അപ്പൊ ഇപ്പൊ ഇതിപ്പോ ആദ്യത്തെ ഇതാണ്. അപ്പൊ ഇന്നത്തെ അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോ ഇതാണ് ഇതിലെ ഇപ്പൊ നമ്മൾ ഇതിലെ 200 മീറ്റർ ലൈനും 500 മീറ്റർ ലൈനും ഇതിലെ വരച്ചിട്ടുണ്ട്. നീല കളർ 200 മീറ്റേഴ്സും ഒരു പിങ്ക് കളർ ചുമന്ന കളർ ഒരു 500 മീറ്റർ. അപ്പൊ ഇതാണ് അവർ കൊടുത്ത ഇത്. അങ്ങനെ നോക്കുമ്പോ കന്യാകുമാരി വാഡ്ജ് ബാങ്ക്, കന്യാകുമാരിക്ക് തെക്കിലുള്ള ഒത്തിരി വലിയ ഒരു ഏരിയ, കൂടുതൽ താഴ്ച ഇല്ലാത്ത ഒരു ഏരിയ, മത്സ്യബന്ധനത്തിന് ഏറ്റവും ചിലപ്പോ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു മേഖല എന്ന് പറയാം വാഡ്ജ് ബാങ്ക്. വാഡ്ജ് ബാങ്കിന്റെ ഒരു അറ്റത്ത് അത് ഒരു പാത കട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവര് ആദ്യം കൊടുത്തത്. മറ്റേതെല്ലാം ഈ 500 മീറ്ററിന് അപ്പുറയാണ്. കൊല്ലത്ത് മാത്രമാണ് ഈ ഭാഗം 500 മീറ്ററിനും 700 മീറ്ററിനും ഇടയ്ക്ക് കട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പുറത്ത് ഈ ഗൾഫ് ഓഫ് ഏഡനിലേക്ക് പോകുന്നവര് അവര് ലക്ഷദ്വീപ് ദ്വീപുകളുടെ ഇടയ്ക്ക് കയറി പോകുന്ന ഒരു വഴിയാണ്. ഇതാണ് അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ രണ്ട് ഭാഗം നിങ്ങൾക്ക് വീണ്ടും കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇത് കിട്ടിയതിനു ശേഷം ആഗസ്റ്റ് 5 നമുക്ക് ഈ ഡ്രാഫ്റ്റ് കിട്ടിയതിനു ശേഷം മറുപടി കൊടുത്തു. അപ്പൊ നമ്മള് പ്രധാനമായിട്ട് പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന കപ്പലുകൾക്ക് ഒരു പാത ഉണ്ടാക്കി ക്രമപ്പെടുത്തുന്നത് നമ്മൾ എതിരല്ല, നമ്മളത് സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം ഏത് പാതയാണെങ്കിൽ 500 മീറ്റർ താഴ്ചയ്ക്ക് അപ്പുറമായിരിക്കണം. കോണ്ടിനെന്റൽ ഷെൽഫ് വഴി പോകാൻ പാടില്ല. 500 മീറ്റർ കഴിഞ്ഞിട്ടുള്ള കടലിലും ആഴക്കടലിലും ഇടയ്ക്കിടയ്ക്ക് താഴ്ച കുറഞ്ഞ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങള് മാപ്പിൽ തന്നെ കാണാം. ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടിരിക്കും. പല രീതിയിലുള്ള ബാങ്ക്സ് കാണും. നമ്മുടെ തൂത്തൂർ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രാവശ്യം കോസ്റ്റ് ഗാർഡ് കൊണ്ടുപോയി അവർ മാപ്പ് കാണിച്ചു. മംഗലാപുരത്ത് നിന്ന് ഉള്ളിലോട്ട് വലിയൊരു ആഴക്കടലിൽ ആഴം കുറഞ്ഞ സ്ഥലങ്ങളെ കാണിച്ചു തന്നു. മഞ്ഞപ്പാറ എന്നാണ് ഇവർ ഉപയോഗിക്കുന്ന പേര്. അങ്ങനെ നല്ല ഒത്തിരി സാവൊക്കെ കിട്ടിയ സ്ഥലങ്ങൾ. അങ്ങനെ ഒത്തിരിയിലും നല്ല തിട്ടകളും പറപ്പുകളും ഉണ്ട്. അതിനെയും ഒഴിവാക്കണം. ഫിഷിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ 2 കണ്ടീഷൻ. പിന്നെ നമ്മള് അവരുടെ റൂട്ടിലെ കന്യാകുമാരിയുടെ സൗത്തിലുള്ള വാഡ്ജ് ബാങ്കും കേരളത്തിലെ ഈ കൊല്ലം പറപ്പിനെ കട്ട് ചെയ്ത് പോകുന്നതും നമുക്ക് ഒബ്ജക്ഷൻ ആണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അതിനുശേഷം എന്ത് ആലോചിച്ചെന്നറിയില്ല, 21-ാം തീയതി തന്നെ വീണ്ടും ഇതിനെ അവര് റിവൈസ് ചെയ്തു. റിവൈസ് ചെയ്തിട്ട് വീണ്ടും ഒരു പടം കൊടുത്തു. ഇത് കുറച്ചുകൂടെ ഒരു കുറച്ച് വിചിത്രമായിരുന്നു നമുക്കന്ന് കണ്ടപ്പോ. ഞാൻ നേരത്തെ കണ്ടതിൽ നിന്ന് ഇതിനെ ഞാൻ മറ്റു രീതിയിൽ ഡിജിറ്റൈസ് ചെയ്ത് വീണ്ടും ചെയ്തില്ല. അത് ഭയങ്കര പണിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ബട്ട് അതേ കോറിഡോറിന് തന്നെ മൊത്തത്തിൽ 4 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മുറിച്ചു കളഞ്ഞു. ഇവിടെ ഒരു പാത, ഇവിടെ ഒരു പീസ്, ഒരു കഷണം, ഇവിടെ ഒരു കഷണം, ഇവിടെ ഒരു കഷണം, പിന്നെ ഇവിടെ ലക്ഷദ്വീപിനിടയ്ക്ക് ഒരു കഷണം. അപ്പൊ 4 ലെഗ്സ് എന്ന് പറഞ്ഞാണ് അവരതിനെ കാണിക്കുന്നത്. 4 കഷ്ണം എന്നാണ് ഞാൻ പറയുന്നത്. 4 കഷ്ണമാക്കി. ഓറിയന്റേഷൻ ലൈൻ എല്ലാം സെയിം ആണ്. സോറി சார் we can't see சார், பார்க்க முடியல சார். ஜோன் சார் பார்க்க முடியல, ஸ்கிரீன் தெரியல. ஸ்கிரீன் தெரியலன்னா நான் உங்களுக்கு வேற ஃபைல்ல இருந்தா எடுத்து காட்டணும். ஓகே, I can take it out, no problem. Jones, I think it's your end problem. Oh no, half the screen I can see. Half the screen, you put your screen on full screen. No, it is full screen only, but I can't see the screen. ठीक है. Thank you sir. சரிதா? தெரியும் sir. Thank you sir. Thank you sir. Okay. I'll just. Okay. அப்போ ഇതൊക്കെ ഒരു ഒബ്ജക്ഷൻ കൊടുത്തു. നമ്മൾ ഇത് വീണ്ടും ഒരു ഒബ്ജക്ഷൻ കൊടുത്തു. ഒക്ടോബർ 29 ഒരു മീറ്റിംഗ് തിരിച്ചു വിളിച്ചു. അപ്പൊ ആ മീറ്റിംഗില് മറ്റു പലരെയും വിളിച്ചിരുന്നു. ഈ വെസ്റ്റ് കോസ്റ്റ് തമിഴ്നാട്
ഉൾപ്പെടുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്സിനെ വിളിച്ചിരുന്നു. കോസ്റ്റ് ഗാർഡ്, നേവി, ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ, നമ്മുടെ അന്ന് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അവരെയും വിളിച്ചിരുന്നു, ഫിഷറീസ് ചാർജ് എന്ന് പറഞ്ഞ്. ഇങ്ങനെ കുറെ പേരിനെ വിളിച്ചിരുന്നു. ബട്ട് പ്രായോഗിക വശത്തിലെ കടലുമായിട്ട് ബന്ധപ്പെട്ട ഓഷൻ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നു. ഓണേഴ്സോ കമ്പനീസോ അല്ല, ബട്ട് അതിനെ നിയന്ത്രിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് വന്നിരുന്നു, ഡിഫൻസ് ഉൾപ്പെടെ. ബട്ട് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ആളും വന്നില്ല, NFF-നെ ഒഴിച്ച്. ഇതായിരുന്നു യഥാർത്ഥം. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. അപ്പോ പിന്നെ DGS പറഞ്ഞു ഇത് ഏകദേശം ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാം എവിടെയൊക്കെ ഇത് ക്രോസ് ചെയ്യുന്നോ അതൊക്കെ നമുക്ക് കളയാം. അപ്പൊ വാട്ജ് ബാങ്കിനെ അവര് അവിടെ വെച്ച് തന്നെ കളയാൻ സമ്മതിച്ചു. വാട്ജ് ബാങ്കിൽ പോകുന്ന പാത ആവശ്യമില്ല എന്ന്. ബട്ട് അവർ കൊല്ലം വഴി പോകുന്ന പാതയെ അവർ വിടാൻ തയ്യാറല്ല. അതിന് കാരണമായിട്ട് പറഞ്ഞത് അപ്പൊ കൊല്ലം വഴി പോകുന്ന പാതയെ അവര് അപ്പോഴാണ് അവർ പറഞ്ഞത്, നമ്മൾ നേരത്തെ പല കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇവരുടെ അടുത്ത് മാത്രമല്ല മറ്റവരുടെ അടുത്ത്, ഈ ആക്സിഡന്റ് ഒക്കെ എവിടെയാ സംഭവിക്കുന്നത്, അതിന്റെ ഡേറ്റ എന്തെങ്കിലും ഉണ്ടോ, കാരണങ്ങളുണ്ടോ, ഇതൊക്കെ പറഞ്ഞാണല്ലോ നിങ്ങൾ ഈ ഷിപ്പിംഗ് കോറിഡോർ ഉണ്ടാക്കുന്നത്. അത് എന്താണ് ചോദിച്ചാൽ അവർ പറയുന്നത് ഇവരൊക്കെ ഇന്റർനാഷണൽ റൂട്ടിൽ പോകുന്നവരുടെ കണക്ക് DG ഷിപ്പിംഗിൽ ഇല്ല, നമ്മുടെ പോർട്ടിലേക്ക് വന്നാൽ മാത്രമേ കണക്ക് ഉണ്ടാകത്തുള്ളൂ അവർക്ക്. അവർ ഫ്രീ ആയിട്ട് കപ്പലുകൾ സഞ്ചരിക്കാനുള്ള ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അവർ ചെയ്യുക, അവർ പോവുകയാണ്. അപ്പൊ അവർക്ക് ഒന്നും കണക്കില്ല. ചിലപ്പോ കോസ്റ്റ് ഗാർഡും നേവിക്കും എന്തെങ്കിലും കണക്ക് കാണും. ഇത്രയേ കണക്ക് വരുന്നത്. ട്രാഫിക് ഡെൻസിറ്റി ഉൾപ്പെടെ പലരും ചോദിച്ചു, ഒന്നുമില്ല കണക്ക്. ഇപ്പോഴാണ് ഇവര് പറഞ്ഞത് ഈ വെസ്റ്റ് കോസ്റ്റില് അറിയപ്പെട്ട പലർക്കും നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ആക്സിഡന്റിന്റെ നല്ല ഒരു ശതമാനം ഈ പറയുന്ന കൊല്ലം പറപ്പിലാണ് നടന്നതെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് അതിനുള്ള പ്രൂഫോ വേറെ ഒന്നും ഇൻഫർമേഷൻ സോഴ്സ് ഇല്ല. ബട്ട് അവരതിനെ അന്ന് പറഞ്ഞു ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ മറ്റു സ്ഥലങ്ങളിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെയെങ്കിലും ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ മത്സ്യത്തൊഴിലാളിക്ക് തന്നെ ഇതൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങളിപ്പോ അത് കൊല്ലത്ത് ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ഒന്ന് ഈ കൊല്ലക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുകയാണ് അവർ. അപ്പോ ആ സമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ചയില് ഉരുത്തിരിഞ്ഞു വന്നത്, ആദ്യത്തെ ഇവർ ഉണ്ടാക്കിയ പാതയുടെയൊക്കെ വീതി, അകലം, ഈ 2 ലെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം അവർ കൊടുത്ത പടത്തിൽ ഒരു ലെയിനിന് 5 നോട്ടിക്കൽ മൈൽ. അപ്പൊ 2 ലെയിൻ 2 ലെയിൻ ട്രാഫിക് ആണല്ലോ, 10 നോട്ടിക്കൽ മൈൽ. ഇടയ്ക്ക് 1 നോട്ടിക്കൽ മൈൽ സെപ്പറേഷൻ സോൺ. അപ്പൊ ഈ നമുക്ക് ഇടയ്ക്ക് വെച്ച് റോഡ് ഡിവൈഡർ ചെയ്യുന്നത് പോലെ 1 നോട്ടിക്കൽ മൈലിന്റെ ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 11 നോട്ടിക്കൽ മൈലായിരുന്നു വീതി. പിന്നെ നമ്മൾ ചർച്ച ചെയ്തൊക്കെ വന്നപ്പോ അവര് ശരി കുഴപ്പമില്ല, അത്രയും ആവശ്യമില്ല, ഞങ്ങൾ അതിന് വേണമെങ്കിൽ ചുരുക്കാമെന്ന് പറഞ്ഞ് 2 നോട്ടിക്കൽ മൈൽ, 1 നോട്ടിക്കൽ മൈൽ, 2 നോട്ടിക്കൽ മൈൽ ഒരു പാതയ്ക്കും രണ്ടാമത്തെ പാതയ്ക്ക് 2 നോട്ടിക്കൽ, ഡിവൈഡർ 1 നോട്ടിക്കൽ. അപ്പൊ 5 നോട്ടിക്കൽ മൈൽ വീതി അകലം ആയിട്ട് അവർ ചുരുക്കാൻ സമ്മതിച്ചു. പിന്നെ ഇത് കുറച്ച് ഇതൊരു ഇപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ആദ്യത്തെ ചർച്ചയിലെ ഡിസംബർ 2018 അത്രയും വ്യക്തമായിട്ട് പറഞ്ഞതാണ്, അത് മിനിറ്റ്സിലുണ്ട്, അവർ അയച്ചു തന്ന മിനിറ്റ്സിലുണ്ട്. മത്സ്യബന്ധനം ഇതിലെ പാടില്ല എന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലല്ലോ, മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നും ഇതിലെ നിയന്ത്രണമില്ല, കപ്പലുകളെ മാത്രമേ നമ്മൾ നിയന്ത്രിക്കുന്നുള്ളൂ, ഫിഷിങ്ങിലൊന്നും അതില് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഒരു വാക്കും പറഞ്ഞു. ബട്ട് ഇതിനെ കുറിച്ചുള്ള നമുക്ക് രേഖയായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്നും വന്നില്ല. അതുകൊണ്ട് ഇത് അന്ന് പറഞ്ഞതാണ്, അതൊരു നമ്മൾ ചോദിക്കേണ്ട ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇതായിരുന്നു അവസാനം അവരുമായിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ്. നമ്മൾ അതിനുശേഷം ഇവിടെ വന്ന് കേരളത്തിലെ മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ, ഫിഷറീസ് മിനിസ്റ്ററെ കാണുകയും ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇപ്പോ അവസാനം കൊല്ലം ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ പാത വരാൻ പോകുന്നത്, അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ഒരു ചർച്ച ആവശ്യമാണ്. ബിക്കോസ് നമ്മൾ ഒരു നാഷണൽ ലെവലിലെ മൊത്തത്തിൽ NFF കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയുന്നതും കൃത്യമായിട്ട് ഒவ்வொരു ഏരിയയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിലും കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട്
നവംബർ 6-ന് മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നീണ്ടകരയില് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസിൽ വെച്ച് തന്നെയാണ് മത്സ്യബന്ധനത്തിന്റെ ഒരു സൗകര്യത്തിലാണ് നമ്മൾ ആ ഒരു യോഗ നടത്തിയത്. കുറേയൊക്കെ ആൾക്കാർ വന്നിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊഴിയൂർ, നീറോടി, നീണ്ടകര ഈ പറയുന്ന പ്രധാനമായിട്ട് ഈ പൊഴിയൂരും ബോർഡർ ഏരിയ ആണ്. അവർ ടെക്നിക്കലി കേരള, നീറോടി തമിഴ്നാട്, പിന്നെ നീണ്ടകരയിലെ ഈ പണി ചെയ്യുന്നവർ, ഗിൽനെറ്റിംഗ് പണി ചെയ്യുന്നവരുടെ മെജോറിറ്റിയും തമിഴ്നാട് നിന്ന് അവിടെ സെറ്റിൽ ചെയ്തവരാണ്. അവരും ഏകദേശം നീറോടി ഒറിജിൻ ആണ്. ഈ ഗ്രൂപ്പുകൾ, ഈ 3 സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഈ വളരെ ദൂരം ചെന്ന് ഈ ഗിൽനെറ്റ് ഉപയോഗിക്കുന്നു. അവർ ഇതില് ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. പിന്നെ കൊല്ലം ടൗണിൽ തന്നെ ചൂണ്ടപ്പണിക്കാരുണ്ട്, അവരും ഈ സ്ഥലത്ത് പോകുന്നുണ്ട്. ഈ പറയുന്ന 38 നാട്ടിക്കൽ മൈൽ കഴിഞ്ഞ് അടുത്ത ഒരു 30 നാട്ടിക്കൽ മൈൽ വരെ ഉള്ള ഏരിയയിൽ മീൻ പിടിക്കുന്നവർ. പിന്നെ ട്രോളിംഗ് ബോട്ടിൽ നിന്ന് നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയത് കൊല്ലം തൊട്ട് കൊച്ചിയിലുള്ള വരെ ഉള്ള ഒരു വിഭാഗം, അതിലുള്ള വലിയ ബോട്ടുകളെല്ലാം, വലിയ ട്രോളരെല്ലാം ഈ ആഴ്കടൽ റാൽ പിടിക്കാൻ വേണ്ടിയിട്ട്, ആഴ്കടൽ ചെമ്മീൻ പിടിക്കാൻ വേണ്ടി, കൊഞ്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, പുല്ലൻ എന്നൊക്കെ പറയുന്ന ആ മത്സ്യം കൊഞ്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പറപ്പിലാണ് അവർ മീൻ പിടിക്കുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചോളം ഈ ഡീപ് സീ പ്രോൺ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഫിഷറിയാണ്, പ്രധാനപ്പെട്ട ഒരു ഫിഷറിയാണ്. അത് ഇവിടെയാണ് നടക്കുന്നത് എന്നുള്ളതും അവർ പറഞ്ഞു. എന്നാലും ഈ പറയുന്ന പൊഴിയൂർ, നീറോടി, പിന്നെ പിന്നെ നമ്മുടെ തൂത്തൂർ മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ ഷിബു ഒക്കെ വന്നിട്ടുണ്ട്. തൂത്തൂർ മത്സ്യത്തൊഴിലാളികൾ അവരിപ്പോ ആഴക്കടലിൽ പോകുന്നു. ഈ ആഴക്കടൽ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ 500 മീറ്ററിന് താഴെ കൂടുതൽ ആഴം ഉണ്ടായെങ്കിൽ ഇന്നത്തെ നമ്മൾ അതിന് ആഴക്കടലായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. എന്നാലും ഈ ഒരു മേഖല പണ്ട് തൊട്ടേ അവർ പോയി മീൻ പിടിക്കുന്ന, ചൂര, സ്രാവ് ഒക്കെ പിടിക്കുന്ന, നെമ്മീൻ ഒക്കെ പിടിക്കുന്ന, ഗിൽനെറ്റ് ഉപയോഗിക്കുന്ന ഒരു മേഖലയായിട്ട് അവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ 38 നാട്ടിക്കൽ മൈലില് അങ്ങോട്ടുള്ള പറപ്പാണ്. അതുകൊണ്ട് ഇത് കേരള സർക്കാരിന്റെ ഈ മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിനകത്ത് വരുന്നില്ല, കൺട്രോളിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്, കേരള, കർണാടക ആൾക്കാർ വന്നാലും അവർക്കെല്ലാം പിടിക്കാം. അപ്പൊ ഇതൊരു നിയമലംഘനം അല്ല. തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളോട് മീൻ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. അവർക്കും ഇപ്പോഴത്തെ ചട്ടം അനുസരിച്ച് തുല്യാവകാശമാണ്. അപ്പൊ എന്നാലും ഈ പറയുന്ന പലരുടെയും പങ്ക് ആ മീറ്റിംഗിൽ പങ്കാളിത്തവും വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ചർച്ചയൊക്കെ ചെയ്തു. ഇത് നമ്മളിത് അബ്ജക്ട് ചെയ്യണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ ഇത്തിരി ആക്സിഡന്റ് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഏരിയയാണ്. ഈ മേഖലയിൽ നമുക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊരു സേഫ്റ്റിയുടെയും പ്രശ്നമാണെന്നുള്ള ഒരു ചെറിയ ആശങ്കയും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ആ മീറ്റിംഗ് നിർത്തിയത്. പിന്നെ അതിനുശേഷം വലിയ പ്രോസസ്സ് നടന്നില്ല. നമ്മുടെ സൈഡിലൊന്നും ഒന്നും നടന്നില്ല, അവരും വിളിച്ചില്ല, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കോവിഡും വന്നു, ഒരു 4 മാസം ഒന്നും ചെയ്തില്ല. ഇവര് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു 6 മാസത്തിനകത്ത് നമ്മൾ ഇത് കൊണ്ടുവരും, 1 വർഷത്തിനകത്ത് കൊണ്ടുവരണം. അപ്പൊ 2 വർഷമൊക്കെ ആയപ്പോ അവർ ഇതിനെ അവസാനം ഒരു നോട്ടീസ് ആക്കി. നോക്കിയപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ കാണിക്കാം. ഇല്ല, ഞാൻ കാണിച്ച നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം വഴി പോകുന്ന ഒരു പാതയും ലക്ഷദ്വീപ് വഴി പോകുന്ന ഒരു പാത 2 ഉള്ളൂ. ബാക്കിയുള്ള മേഖലയിലൊന്നും അവർ ഒന്നും കന്യാകുമാരി എല്ലാം വിട്ടു. അപ്പോ ജൂലൈയിലാണ് ഇപ്പോ ജൂലൈ 2-ാം തീയതി മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് അനുസരിച്ച് 2020 11ാമത്തെ നോട്ടീസാണ് ഇറക്കിയിരിക്കുകയാണ്. ഇത് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് വഴി കപ്പലുകൾ ക്രമപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലാറ്റ് ലോങ് കോർഡിനേറ്റ്സും കൊടുത്തിട്ടുണ്ട്. മാപ്പിൽ അതിന്റെ വരച്ചും കാണിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ നോട്ടീസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാം. ഈ നോട്ടീസ് ഇത് കപ്പലും ബോട്ടും തമ്മിലുള്ള കൊലിഷൻ തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ അല്ലാതെ വേറെ കൂടുതലൊന്നും ഇൻഫർമേഷൻ ഇല്ല. പിന്നെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള മാപ്പ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിലെ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് ദൂരങ്ങൾ
എത്ര ഡിസ്റ്റൻസ് ആണ്, കൃത്യമായിട്ട് എവിടെയൊക്കെയാണ്, ഇത് എല്ലാം ഒவ்வொரு സ്ഥലത്തു നിന്നൊക്കെ നമ്മുടെ മത്സരാളികൾ ചോദിക്കുന്നതിനുള്ള മറുപടി കൊടുക്കാനുള്ള നമുക്ക് ഇതുവരെ ഇൻഫർമേഷൻ ഇല്ല. ഇത് ആരെങ്കിലും മുഷിഞ്ച് ഇതിന്റെ ഡാറ്റ് ലോങ് ഒക്കെ ഈ ഗൂഗിൾ എർത്തിൽ ഏതെങ്കിലും കൊണ്ടിട്ട് ഇതിന്റെ പാത വരച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഈസി അല്ല. ബിക്കോസ് അതിന്റെ മൊത്തം നോട്ടിക്കൽ മാപ്പിൽ ഡിജിറ്റൈസ് ചെയ്തിട്ട് വേണം ഇതിനെ ചെയ്യാനായിട്ട്. നമുക്കുണ്ട് ഡിജിറ്റൈസ് ചെയ്ത മാപ്പ് ഉണ്ട് നമ്മളടുത്ത്. ബട്ട് ആരെങ്കിലും കൊണ്ട് ഇത് ചെയ്യിക്കണം, ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം ഈ കോറിഡോർ എവിടെയാണെന്നുള്ളത്. ഈ പറയുന്ന 200-500 മീറ്ററിന് താഴ്ചയുള്ള കടലിന് എല്ലാവരും ഒത്തിരി പേർ മീൻ പിടിക്കുന്ന ഒരു സ്ഥലം വഴി പോകുന്നു എന്നുള്ളത് അറിയാം. അതിന് യഥാർത്ഥ വീതി ഇപ്പോഴെന്താണ് കൊടുത്തിരിക്കുന്നത്, അന്ന് പറഞ്ഞതുപോലെ 11 നാട്ടിക്കൽ മൈലിൽ നിന്ന് 5 നാട്ടിക്കൽ മൈലായിട്ട് കുറച്ചോ നമുക്കറിയാൻ പാടില്ല. ഇത് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഫിഷിംഗ്, അന്ന് പറഞ്ഞതുപോലെ ഫിഷിങ്ങിന് വലിയ ഒരു കൺട്രോൾ നിരോധനമൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതനുസരിച്ച് എന്തെങ്കിലും ഉണ്ടോ അത് നമുക്കറിയില്ല. ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അത് ശരിയാണ്. ബട്ട് ഇന്ത്യയിൽ എന്ത് ഉദ്ദേശിക്കുന്നു, സർക്കാർ അതിനെ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് ഇതിൽ ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇവര് ഓറലായിട്ട് പറഞ്ഞ കാര്യം നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ IMO ഇതിന്റെ ഇന്റർനാഷണൽ ലെവലില് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള IMO. അപ്പൊ IMO ആണ് ഇതിന്റെ അതോറിറ്റി. സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും കടലിൽ ഒരു പാത ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ടെറിട്ടോറിയൽ വാട്ടർ, ഈ 12 നാട്ടിക്കൽ മൈലിന് പുറമെ ഔട്ട്സൈഡ് ടെറിട്ടോറിയൽ വാട്ടർ ഉണ്ടാക്കിയാൽ ഈ IMOയുടെ അപ്രൂവൽ വേണം. അത് കിട്ടിയാൽ മാത്രമേ ഈ നോട്ടിക്കൽ ചാർട്ട്സിലൊക്കെ ഈ പാത കാണിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതില് ഉണ്ടോ? IMO സംബന്ധിച്ചോളം അങ്ങനെ IMO ഇറക്കിയിട്ടുള്ള ഒരു ഈ പറയുന്ന പാതയ്ക്കും ഫിഷിങ്ങില് റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പൊ ഇത് നമുക്ക് ക്ലിയർ അല്ല. ഇതിന്റെ ഒരു കൺഫ്യൂഷൻ വരാൻ തന്നെ ആദ്യത്തെ ചർച്ചകളിലൊക്കെ അവരെ നമുക്ക് കൊടുത്ത അവര് പത്രപ്രസ്താവന ഉൾപ്പെടെ അവരെ നമുക്ക് കൊടുത്ത പേപ്പറിലൊക്കെ ട്രാഫിക് സെപ്പറേഷൻ സ്കീം TSS എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ട്രാഫിക് സെപ്പറേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പല രീതിയിലുള്ള ഗതാഗതങ്ങളുണ്ട്. അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് റൂട്ട് ഉണ്ടാക്കുക. ട്രാഫിക് സെപ്പറേഷൻ തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാഫിക് സെപ്പറേഷൻ സ്കീം. ഇതാണ് IMOയുടെ ചട്ടം അനുസരിച്ച് ആ ടെർമിനോളജിയും അത് തന്നെയാണ്. ഇവരിപ്പോ ഈ ഡ്രാഫ്റ്റിലും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഫൈനൽ നോട്ടീസിൽ ഉപയോഗിച്ചിരുന്നത് ട്രാഫിക് സെപ്പറേഷൻ സ്കീം എന്നുള്ള വാക്കില്ല. അവർ ഉപയോഗിക്കുന്നത് ജസ്റ്റ് റൂട്ടിംഗ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു റൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഈ കപ്പലിലൊക്കെ പോയിട്ടുള്ള ഒരു സുഹൃത്തുമായിട്ട് ചർച്ച ചെയ്തപ്പോ അത് കൂടുതൽ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, സമയം കിട്ടിയില്ല. 2 പേരടുത്ത് ചോദിച്ചപ്പോ അവർ പറയുന്നത് ഇത് ട്രാഫിക് സെപ്പറേഷൻ സ്കീം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് IMO വഴി വരുന്നതായിരിക്കത്തില്ല, ഇത് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ഒരു ഇതായിരിക്കും, ഇത് ഒരു അഡ്വൈസറി മാത്രമേ അതിനുള്ള വെയിറ്റ് ആയിരിക്കും എന്നാണ് ഒരു സംശയം പറഞ്ഞത്. ഇതും എന്റെ മനസ്സിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിന്റെ ലീഗൽ വെയിറ്റ് എന്താണ് ഈ സംഗതി? ഇത് ഇന്റർനാഷണൽ റെഗുലേഷൻ അനുസരിച്ച് നോട്ടിഫൈഡ് ആണോ, ഇത് ലോക്കൽ നോട്ടീസ് ആണോ, മോർ ആസ് എൻ അഡ്വൈസറി ദെൻ ആസ് എ 12 നാട്ടിക്കൽ മൈലിന് അപ്പുറമുള്ള ഗതാഗതത്തിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ശരിയായിട്ടുള്ള ഒരു ഇതില്ലെങ്കിൽ ഈ പറയുന്ന ചാർട്ടിലൊന്നും ഇത് കയറൂല. അപ്പൊ ഇതും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കണമെന്ന് പറയാം. അപ്പോ നമ്മൾ ഈ പറയുന്ന 2-ാം തീയതി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പത്രമാർഗം വഴി കണ്ടിട്ട് പിന്നെ നമ്മളും പലരും ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഇത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ശ്രദ്ധിച്ചത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റാൻഡ് എടുത്ത് അയക്കേണ്ടി വന്നതുകൊണ്ട് പീറ്ററും എല്ലാം നമ്മുടെ ചെയർമാൻ എല്ലാം ചർച്ച ചെയ്തിട്ട് പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്തു. നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് ഇതിന്റെ തീരുമാനം എടുത്തത്. ഇതൊരു അന്തിമ തീരുമാനം എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ആലോചനയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല, ഒരു ഫൈനലായിട്ട് തെറ്റ് ശരി പറയാൻ വേണ്ടിയിട്ട്. ഒന്ന്. രണ്ടാമത്, സേഫ്റ്റി ഓഫ് ഫിഷർമെൻ ഇതിനൊരു അതാണ് പ്രധാനപ്പെട്ട കാരണം. വേറെ പല കാരണങ്ങളൊക്കെ നമുക്കും സംശയിച്ചു ആദ്യം. അപ്പൊ ഈ പറയുന്ന മൊത്തം റൂട്ടിനെ കളഞ്ഞപ്പോ
അങ്ങനെ ഒരു തെറ്റായ വേറെ രീതിയിലുള്ള ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാ തോന്നുന്നു. ഇത് പ്രധാനപ്പെട്ട അവരുടെ അറിവിനനുസരിച്ച് ഇങ്ങനെ ഈ സ്ഥലത്ത് പാത ഇട്ടാൽ ഈ പറയുന്ന ചെറിയ ബോട്ടും കപ്പലും തമ്മിൽ മുട്ടുന്നത് കുറയ്ക്കാം എന്നുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ട് എന്നാലും ഇത് ഫിഷർമെൻ സേഫ്റ്റി എന്ന് പറയുന്നത് കൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേ പോകത്തുള്ളൂ, ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ പോയാലേ ബഹളം വെക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിന് അത്യാവശ്യമാണ്. ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ശരിയായ ഡിസിഷൻ ആർക്കും എടുക്കാൻ പറ്റില്ല. ഇത് മത്സ്യത്തൊഴിലാളികളും ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലും തമ്മിൽ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇതിൽ പല കാരണങ്ങൾ കൊണ്ട് അവർ ഇതിനെ സീരിയസ് മനസ്സിലാക്കിയില്ല. അവർക്ക് ആർക്കും ശരിയായ രീതിയിൽ ഇതിന് ചിലപ്പോ മനസ്സിലായില്ല. അത് അവർ സീരിയസ് അല്ല. ബട്ട് സീരിയസ് ആയിട്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെയും വെച്ചിട്ടായിരിക്കണം ഒരു ഫൈനൽ ഇതിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഔട്ട്റൈറ്റ് റിജക്ഷൻ ചെയ്തില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടുന്നത് വരെ, ശരിയായ ചോദ്യം കിട്ടുന്നത് വരെ ഇതിനെ വന്ന് അബയൻസിൽ വെക്കുക, ഇതിനെ ഒന്ന് മാറ്റി വെക്കുക, ഇതിനെ നടപ്പിലാക്കാതെ ഇരിക്കുക. അതാണ് നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്നത്. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നത്, ഈ ആക്സിഡന്റ്സ് സംഭവിച്ചതിന്റെ ഡേറ്റ എവിടെയാണ്, എന്താണ് സംഭവിച്ചത്, കാരണങ്ങൾ എന്താണ്, ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഞാനിപ്പോ തൂത്തൂരൊക്കെ 2 വർഷം മുൻപ് പോയപ്പോ തന്നെ 1.5 വർഷം മുൻപ് പോയപ്പോ തന്നെ അവർ ഇന്ന് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഏകദേശം അവരുടെ എല്ലാ വലിയ ബോട്ടുകളും ഉണ്ടല്ലോ. അവർ സ്വന്തമായിട്ട് കാശിറക്കി ചെയ്തിരിക്കുകയാണ്. ഈ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കപ്പലും ബോട്ടും ഓട്ടാൻ ഒരു സാധ്യതയുമില്ല. ഒരു ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ലിമിറ്റഡ് ഡിസ്റ്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ബോട്ടാണ്, ആരുടെയാണ്, അടുത്ത് പോകുന്നു, എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫിഷർമെന്റെ ഡിവൈസിലും പോകുന്ന കപ്പലിന്റെ കമ്പനി ഓണർ തൊട്ട് എല്ലാ കാര്യവും അതിൽ വരും. അപ്പൊ നമുക്ക് ഇന്ന് ടെക്നോളജി ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ അത്രയും മോശപ്പെട്ടവരൊന്നും അല്ല. ഇനിയും കുറച്ചുകൂടെ ശരിയായ ടെക്നോളജി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരിക്കും. ഈ പറയുന്ന കോറിഡറിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല. ബിക്കോസ് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടവർ ആരും നമ്മളുമായിട്ട് സംസാരിച്ചില്ല. ഇതില് എല്ലാം സംസാരിച്ചവർ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടവർ, അതും അധികാരികളാണ്. അതിന്റെ ഷിപ്പിങ്ങിൽ പോകുന്ന ഇന്ന് പ്രവർത്തിക്കുന്ന കമ്പനിയിലുള്ള ആൾക്കാർ ആരും സംസാരിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ ഇതിനെ പുറകെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ തമിഴ്നാട്, കേരള 2 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും ഈ നോട്ടീസിന്റെ കോപ്പി അയക്കുകയും നമ്മുടെ റെസ്പോൺസ് അയക്കുകയും അവർ ഇതിനെ ടേക്കപ്പ് ചെയ്ത് അത്യാവശ്യമായിട്ട് ചെയ്യണം. തമിഴ്നാട് സംബന്ധിച്ചോളം വെസ്റ്റ് കോസ്റ്റിലെ കന്യാകുമാരി മത്സ്യത്തൊഴിലാളിക്ക് ഇത് ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. അവരെ ബാധിക്കുമെന്ന് പറഞ്ഞൊരു അവർക്കൊരു അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കേരള സർക്കാരിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് കേരള സൈഡിൽ ഇതിപ്പോ സംഗതി മീഡിയ എടുത്തത് കൊണ്ട് സീരിയസ് ആയി. മീഡിയ പെട്ടെന്ന് ഇതിനെ പിടിക്കുകയും ഇതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോ തന്നെ ഇപ്പോ ഒരു അവയർനെസ് പെട്ടെന്ന് എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഈ ഇഷ്യൂ ഏറ്റെടുക്കേണ്ടിയ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. തമിഴ്നാട് സൈഡില് ഇപ്പോഴും എത്രമാത്രം അത് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നമ്മളൊരു 2-3 ദിവസം മുൻപല്ലേ പേപ്പർ കൊടുത്തിട്ടുള്ളൂ. എന്നാലും അർജന്റ് എന്നൊക്കെ പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. സമയമുണ്ട്, ഇപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്ത് നടത്താമായിരിക്കും. അപ്പൊ നമ്മൾ സെൻട്രൽ മിനിസ്ട്രി ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഡെയറിങ് ആൻഡ് ഫിഷറീസ് അതിനും അയച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നമ്മള് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയില് സെൻട്രൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ശരി, സ്റ്റേറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ആരും ഇതിൽ രംഗത്തിൽ വരാത്തത് വലിയൊരു ഖേദകരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അവരും ചിലപ്പോ ഇതിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കേരള സംസ്ഥാനം ടേക്കപ്പ് ചെയ്യുകയും സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോ നിർത്തുകയാണ്. താങ്ക് യു. വിവേക് സാർ, വളരെ നന്ദിയുണ്ട്. നല്ലൊരു വിശദീകരണമാണ് തുടക്കം മുതൽ ഇതുവരെ ഉള്ളത്. അപ്പോ ഇനിയുള്ളത് ചർച്ചയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓരോരുത്തരും ഒരു സമയത്ത് സംസാരിക്കാൻ എല്ലാവരെയും ഇതിലേക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
Peter. Yes. Yes. Yeah, 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 Peterji, yeah, Peterji, yeah. Mr. Anil, Nandu is talking. Anil, Nanduji. hello. Peterji, I think whatever the Mr. Vivekanand is given all this presentation, there is a three meetings in the DG shipping. On all the DG shipping officer, Navy officer, and Kerala Maritime Board of Mr. Omei, everybody is happy. And they also said that this is a good presentation by Mr. Vivekananda. And they agreed. About this agreed, the last meeting was 3/3/2020. There is the last meeting. Then COVID-19 was there. But they are not saying his minutes of the meeting. I Tuesday time I telephoned to Mr. He's a PA to DG Shipping, Director General. He said they will set, Mr. Menon will be set, Captain Anish will be set. These are the 12 is just like this. And they said I will discuss. But Vivekananda is fighting, a very good fighting is there in the meeting. They cannot cross the Vivekananda. These are very good from our fishermen side. I appreciate Mr. Vivekananda. Thank you. Okay, thank you. Jesu? Peter, yeah, see, now at present, as Vivekanandan has shared, we need more, what exact, he was mentioning about traffic, what is it, specification system, and now there is no mention in the new suggestions. So the route, then we need to have some kind of information we should collect, maybe by discussing with the maritime people experts. That is one thing. We can also try from Tamil Nadu because we know Jody Cruz. Maybe we can try to contact him and get his opinion also showing this map. And also then Peter, Vivek also can try because he has a lot of context. After that, we can internally discuss and come to some concrete decisions also. In the meantime, if we think that we need to organize something, public letters or protests or whatever thing, I think Kumraveli will take responsibility. He will answer. And whatever decision is taken by NFF in Tamil Nadu, we can also do. So, but we need more digitalizing, mapping. We need some experts to do that. We should contact and complete it so that we take it to the community. And when we argue before the officials also, we should be authentic. That's the only thing. So the next step should be that. Thank you. Jesu, thank you. Jones. Jones. Hello? Yeah. Hello? So the shipping corridor, as it was a good, Vivek sir gave a good presentation about the history of this. But the thing we have to see from the perspective of the fisherman as such is not alone fishing, because they are trying to bring this shipping corridor from the base of accidents. So taking care of these accidents and talking about safety of the fisherman, they are trying to bring a special corridor for shipping, special passage for shipping, where if a ship has been collided, fisherman has been killed also, they will not give compensation because it is a passage of the ship. So that's what there is a mood for this shipping corridor. As Vivekanand sir narrated the incidents of how much resistance we have given, particularly after this COVID situation, why the shipping corridor is coming, because only after this injustice judgment came from this unclosed treaty for the fisherman killing in Kerala, they said that only fishermen or only the state can claim for compensation for the loss of fishermen or for the boats. Only that we can claim. So
that also Peter Chetan gave a very good comment on that, that this is not a good judgment. The same I am saying now. So they are trying to bring compensation for us on our lives. So our lives is, fisherman's life is not taken care. If this passage is declared, then any boat can crash us, any boat can do anything, and we will not get any single compensation. Even though if you take this judgment as a positive judgment that we will get in compensation, even this, after this passage is declared, we will not get a single passage out of it, single compensation of nothing, and our lives are under soup. So that is very clearly they are trying to indicate us in a way that if you die in a ship clash, it is your fate and we will not give any money. So that is why the shipping corridor they are pushing again and again. The recent Tamil Nadu fisheries regulation amendment has come. In that amendment regulation also they have drawn a line. There is a session coming that if any fisherman doing in the channel, we are not responsible. Fishermen are not allowed to do fishing in the channel. The channel in the sense it is not this route. It is the like a shipping corridor. It is not the port channel. It is a channel of route waves where the ship goes from Thoothukudi to Chennai also. So keeping this as a premises, if we see the other laws also, if you see the marine regulation bill which is going to come, there also it is very clearly mentioned that we have entitled to declare any place as a no fishing area, no fishing zones. So keeping that in mind and seeing the shipping corridor, once the shipping corridor is announced, they can come with no fishing zones also. They can give orally all the entitlements that fishing can be done, but it will not come in papers as Narendra Patel ji also mentioned. They will not put anything in black and white because they will talk very orally. That is a good presentation and everything, but still today also there are many meetings going with them. They are not coming with a good paper writing saying that this has been assured as a fishing right. Nothing is there. So we have to think in that angle. And then Quinonal Bank is an ecological sensitive area. How come a Quinonal fishing bank can be announced for a shipping canal? So this shipping, why this shipping is in a large push is because all our corporates, all our international corporates, all shipping companies are owned by all international transnational corporates. So there is a push for this. If we are dying today, if we are dying during the fishing, we will not get a single, our life is not at all considered. Then declaring in the 15 nautical miles, it is a good strategy for them because 12 nautical miles is under state purview. So declaring them as a 15 nautical miles and 20 miles long, it is like an imaginary unclose. Inside the unclose, there is another unclose limiting our fishing grounds. This imaginary unclose itself has taken so much lives in the Sri Lankan borders and other borders also. We don't know where is the border and where is here because these are all imaginary lines. These imaginary lines can be seen. We can't see anything in the sea. They can show the map. So these things should be taken into consider, linking and integrating with all the coming laws. Merchant Shipping Act 2016, the 1958 Merchant Shipping Act, MS Shipping Act has been amended and they are re-amending everything. 2016 they have come with the draft and it is in the parliament. Again it came in 2019 and now after this COVID still it is in the pending in the parliament. If that act is amended, this fishers will not have right over fishing, merchant fishing also. The Merchant Fishing Vessel Act, there is a right for a traditional fishers, but the new amendment get rid of that right also. So seeing all these new acts and these new corridors and other things, if it is declared as a corridor, I'm again emphasizing this word, if they declare it, now the notification has come. Notification has come, why? Because the unclosed has the judgment, the recent judgment has said accidents or anything happen, they have to compensate. Compensation is a huge compensation as per international laws. So that will be totally, because we are doing fishing in a shipping corridor, they will simply write a letter where they were doing fishing in the shipping corridor. So the collation happened. So no compensation.
fishermen are doing illegal fishing, fishermen are poachers. They will use all these words. So we have to be very clear in this, and we have to take not an alternative route or nothing. Ships should not come in the channels of fishing channels. Rather, going with the extra route and other things. But if shipping ships has a freedom to go here and there, why not a fisherman? If ships has a freedom to go here and there, why not us? Why not us? So and also we should see the unclosed legal judgments which come in the Kerala during the fisherman killing. Kerala state very clearly gave a judgment that this criminal act is also applicable to EEZs. But Supreme Court has quashed that it is our territory. Who are you to coming into our this thing? So these interstate are the power politics we have to understand with the UNCLOS and other things, and then we should see the shipping corridor, which is coming in a good communal bank of fisheries resources. If one resources has been, if shipping has been, consider we are not fishing at all. Don't leave out. We are not fishing in that bank, but that bank will be disturbed because of this passage of ships. So we have to, if the ship starts passages through these corridors, more and more ships will come, because Sagarmala is also getting revised after COVID. There is a new Sagarmala is going to come. So more and more ships will come. Billingham is there. So more and more ports are coming. Why? If everything is happened, the entire ecology will be disturbed. Small scale fishers, the entire ecology will be disturbed, and we will not get there will be no fishers at all. Fishers will be, I'm saying that because of this passage, there are great movements with this great trade movements, with these great ships. So we have to think in that angle, and we have to go with that because NFF has taken so many decisions in this, whether it is shipping corridor or it is in the unclosed fisherman killing also. So we have to think in that lines and go for the next round with the shipping corridor. Thank you. Thank you, Jones. Siddharth. Thank you, Peter Chedda. Sorry, I dropped off. So if I'm repeating something, do excuse me. My internet connection was bad. Thank you, Vivekanandan, for the presentation as well. So I'm just bringing point. Am I audible? Yeah. Yeah. I just wanted to bring some points from somebody who has worked on ships for 15 years and kind of looking at corridors from that point of view. So I had a couple of questions. One is that I disagree with Jones's position of corridors becoming mini UNCLOS, because as per the marine shipping notice, it is a recommended route. Siddharth, And recommended route, it's absolutely. your internet is breaking. Your voice is breaking. Okay, let me try again. Yeah, now Maybe it's good. Now it's good. So I just wanted to say that, of course, we all agree that the shipping corridor should not be designated in fishing grounds, and there is definitely an Indian state which is flexing its muscle at sea, etc. Is it okay, Anil? Yes. Yeah. Again break. I just wanted to get a few points of clarification. One is that, is the shipping corridor a traffic separation scheme originally and changed? Because as far as the shipping notice says, it is a recommended route, and a recommended route does not change anything regarding the merchant collision regulations. So as long as a fishing vessel is fishing, the right of passage remains with the fishing vessel. The merchant vessel is responsible as per the rules. Now, of course, if a fishing vessel is making its way to a fishing ground and has a collision, then depending on what the regulations are, it works unfavorably in the matter of fishing vessels, because it is very hard for them to look at lines and regulations, etc. But at the moment, I think we should have some clarity that it is a recommended route, which means merchant vessels are recommended to use the route. They are not bound to use it. Similarly, they will only use it for the direction. So if you look at the
two channels, one in the 9-degree channel and the other one that was being discussed. Both of them have very clear lines from the south of Sri Lanka to the Persian Gulf and from the south of Sri Lanka to the Gulf of Aden. That is where most ships anyway pass. What a recommended routing does is that it consolidates that traffic into a narrower band and has the potential to reduce collision. Though if it is passing through shipping grounds, it is definitely a problem. So I think one thing that we would also need to look at is how many vessels are anyway passing in that general direction in a northwest and a southeast direction, and into what area will they be consolidated, because most vessels have very fixed waypoints from someone who deviate much from recommended routes that are anyway given in other books, etc. Now, if you look at south of Sri Lanka, there is a traffic separation scheme which makes it a mandatory shipping scheme, and therefore fishing is not allowed in a TSS. In a recommended route, fishing is allowed as per the merchant collision regulations. So most boats come past the TSS south of Sri Lanka and will then turn to the right and either go towards the Persian Gulf or go towards the 9-degree channel. And therefore, that traffic is going to continue regardless of whether there is a routing system or not. So I just wanted to make that point, that the other thing is that most merchant vessels are very disinterested to engage with fishing grounds because it is a nightmare. From a vessel that is 200 meters long, to see little twinkling lights of a small fishing boats in the middle of the night wreaks havoc. Most people are unable to see boats until they are 1 nautical mile, 2 nautical miles away. So having a recommended route actually puts them on alert that there is going to be a higher concentration of fishing boats in this area. So we have a better chance of avoiding them. I can put 2 lookouts on my bridge to be able to look out for fishing vessels as opposed to not having that in particular areas. So there are certain advantages that can come from reduction in fishing and shipping collisions as well. I don't know that area from a fishing perspective. I just wanted to add that if I was on a ship, I would look at this in that manner, in the sense that it gives me a chance to reduce collision. It is a recommended route, so I can choose to follow it or not follow it. And that anyway, if vessels are passing through the TSS of Sri Lanka and up and down to these 2 waypoints, which because of piracy, there is now a very fixed waypoint in the Gulf of Aden. It's point A, you have to go there to join the naval convoy. And the Persian Gulf also has a TSS. So all vessels going into the Persian Gulf will also head to 1 or 2 points to be able to go into the Persian Gulf. So the routes are very, very fixed. Now, how much the recommended traffic route will change, that is also something that we should consider. Thank you. Okay, Kumaravelu. Yes. Very good presentation by Vivek sir. I have one clarification with Vivek sir. The reduced from the route is reduced from 11 nautical mile to 5 nautical mile. 11 nautical mile from shoreline or from the deep sea, sir? Okay, he will answer. So so this is for a clarification. Another, I have the 2 suggestions. We need the presentation is good. The lot of information we getting from this presentation, but if we but we need a in-depth study about the impacts of the shipping corridor and the fishing grounds, environment, fishermen livelihoods and lives loss, crabs and gates loss. And the internationally, we want to collect the informations. Another one, this is very at present. This is very serious issue. We are the fishing community facing day-to-day lot of issues for living. In the situation, the shipping corridor is a very dangerous one, I think. So the NFF seriously take forward
to another one step, another one serious step for in the matter of the people, most people organizing and to protest all over India. So not only West Coast or Kanyakumari, not only Kanyakumari or West Coast, we need protest in the all over India. The strong protest we need against the government, the all state governments. Thank you. Okay, Joseph I sir. have a clarification. I want clarification for this. It will answer later. Okay. Thank you. Joseph sir from SIPS. Yes. Is it okay? My sound? Yeah. Okay. Thanks, Vivek sir. It's a good presentation because I could see your presentation, the first presentation in Cochin only. After that, I was not able to attend 2-3 meetings. I think I am noting the time which the DGS selected for issuing this notification. I think they have deliberately selected this time by foreseeing that the resistance of fishing community will be less during this COVID time. And they may feel that they can easily proceed with this notification. And nowadays that people consultations are doing it only for formalities. We know the case of EIA Act, everything. That's also a very serious issue now. What my suggestion is, I think we should strongly make some consultation with the state governments. We should ask state government to take a very strong stand. And as Peter has said, tomorrow is a meeting. I think that meeting we should make the stand very clear. Another thing, I think it's a Kollam MP, because it's that crucial point is Kollam coast. I think he's a very good for this type of thing. Kollam Premendran MP, Peter also has a very good. Better we should appraise him personally, and he should take a stand. He can do these type of things very good manner. I think that should also be followed up. We should also see whether we can take any legal step if the notification is not kept in abeyance. This is what we already demanded for it. Kept abeyance till our concerns were addressed. That legal step should also be explored. So it's my thing. Okay, thank you. Okay, thank you, Joseph sir. Then Ephraim. From Tamil Nadu. See, he's not. Anil, Ephraim is in the line. He's there. Hello. Yeah. Kekda. Okay. So earlier it was a wedge bank also, the corridor is coming on there. Now it is removed, I think. Anyhow, this Kollam Parappu, our Tamil Nadu fishermen, most of the fishermen, Nirodi, Kuttur fishermen are working in that area. And if the fishing ground and the corridor coexisting on the same ground, it is not safe. Our both governments, Kerala government and Tamil Nadu government, put a voice against this corridor. That is my request. And the other person, he said this: what is TSS and what is the recommended route? That should be clear. Traffic separate scheme and route, recommended route. It should be clarified. And this Kumaravel asked about the distance. That is not the distance, it is the width of the corridor. 5 nautical miles. Okay, Peter. Okay, thank you. Anil, you are. Yeah, just
just two, three couple of things. I think immediately what one should do is also that since this process of engagement of dialogue had started from August 2018, as I mentioned, I think the compilation of all the NFF letters, which has been going to the Department of Fisheries as well as other places, should be made public on our site. That is number one, so that the media will also pick up, this dialogue which has been happening since 2018. So all the references with respect to the dialogue which has been happening, and including the minutes which has been submitted by them, I think that we should compile and put it on our site as soon as possible in the next 2 days. I can do whatever help is needed, because I'm sure Vivekanand ji, you will have the responses and letters also, as well as Nanduji and Peter Etten also will have that. That should be made public as soon as possible, so that even others know what has been NFF's position as of now. This government, number two is that this government is changing its policy names. I don't know what is it, because now this DG shipping comes out with something known as a routing system. So my doubt is that does it come under the TSS, or does it come under the shipping corridor, or is it nothing but a third one out of nowhere? And number three is that what is the penalties? Is there any penalty for it? If at all people are going to fishing, or what is Sir. Vivek, Okay. sir. Yeah, I know. So thanks for the comments. Many people have made comments and asked some questions. So I may not be able to do full justice. So some of the points I'll try to respond. I thank the chairperson Narendra Patil for appreciating the presentation and also sharing some of the dynamics that we had in the discussions with the DG Fishing. And I must confirm that yes, when I was checking, I realized that the minutes of the December 2018 meeting is there with us, but not the October 31st. So that is a gap in our information, and that creates a problem. But I also have some, I was in fact getting in touch with the Captain Jay Kumar, who is the chief nautical advisor there. So he's, in a sense, he's the key person in this whole corridor business. And I asked him some information, and I realized that they are also in a bit of a trouble, because now Captain Daniel, who was dealing with us last year, is also gone to another position. And the new person who is in charge and who is signed this notice, Meena, he is on quarantine. So anyway, they are also struggling a little bit to provide information. So I'll come back to this issue of timing and my opinion on it, because these are only at the moment opinions we can't confirm. Then Jesu has said that we must get more information. Yes, and I think Jody Cruz will be a good option, definitely. In fact, I must say that, if you can get hold of this Saravanan and help me do this little small work for me, it will be good. Last time he said he will do. Finally, I've had to go get it done by somewhere else. He's our own person. If he can do it, it's very good. So please help me with getting Saravanan to do this, for putting the coordinates. I will give him the digitized map, so it will be easy for him. Then we had a lot of many points made by Jones, which are important opinions and discussions. They are also connected to all of our other discussions that are going in NFF and fisheries sector. So I will not go into great detail on each of them. They are part of the larger thing. It's only that we need to be a little clear that this Alexia incident and this shipping corridor rules, laws may not be directly connected. Because there it is clearly what is being seen as a, it's not an accident. So here we are talking of collisions and accident. There it was a clear case of shooting fishermen, and the two may not be directly related. But overall, you are right about the whole compensation issue. We need to start working on that in more detail, because overall, as of now, there are no real legally, or it's compensation for some loss at sea is not an entitlement, the way it has been so far handled by the Indian state and the state governments.
Wherever there is a certain amount of hue and cry, public attention, fishermen make a noise, or where there is a lot of political thing. Even something happened in Gulf, somebody returned from Gulf, Jayalalitha was very happy to give a lot of money. So overall there is a certain political context in which the absence of entitlement is not actually felt. There is a certain populism which counters this thing. But legally, anything. Then there is also insurance, which is another program, which is not normally useful for boats per se, but for lives. That we have a good scheme and government has covered. It's also not projected as an entitlement, but it is something that they have aimed at universal coverage of the seagoing fishermen. But yes, compensation is something we had. It is there in our original submission to the DG Shipping, asking whether. Now the problem with that is the DG Shipping has nothing to say on that. It is for our fisheries department also to say. Are they going to say that this is requiring some concession? They have to fight a battle. Individual fishermen are not going to fight the battle. So there is a whole gray area in this whole compensation business, not just for this accident or the shipping corridor accident, any accident across the board. So that is something that we can certainly take as an important point from what he is saying. Now, back to, I think Kumaravel had asked a simple question. Prem had also clarified. Kumaravel and the 11 nautical mile, is 5 nautical mile. That is the width of the corridor. Corridor வந்து கொல்லத்திலிருந்து ஒரு 38 nautical mile westல. So it is not normal course. This is deep sea. But the problem is that area, if you look at the map very carefully with all the lines, depth lines, ஒரு projection இருக்கு. So ஸ்ரீலங்கால இருந்து அந்த இதுக்கு திரும்பி இங்க வரும்போது beyond 500 nautical mile அப்படியே ஒரு கோர்ஸ் செட் பண்ணி போயிட்டு இருக்கும்போது இந்த ஒரு கொல்லம் பரப்பு ஒரு நடுல ஒரு அப்ஸ்ட்ரக்ஷன் மாதிரி வரும். சரி, அதை அப்படியே கொண்டு அதுல நேரம் போயிட்டு இருக்காங்கன்னு தான் நமக்கு தெரியும். அது பார்த்தாவே நமக்கு புரியும். That is the general. Unless they take a special effort to change direction, you will go through it. That is what is happening there. So there is and it is otherwise normally deep sea. 200 meters அந்த பக்கம் தான் வருது. Most places there is nothing beyond 200 meters. இங்க மட்டும் தான் நமக்கு வெஸ்ட் இந்தியன் கோஸ்ட்லயே. இன்ஃபேக்ட் வேட்ச் பேங்க்ல கூட நான் கணக்கு பார்த்தேன். வேட்ச் பேங்க் இஸ் இன்ட்ரெஸ்டிங் பிகாஸ் நானும் முதல்ல நினைச்சேன் 200 to 500ல தான் பிரச்சனை வருது வேட்ச் பேங்க்ல, அங்கதான் அந்த லைன் வருதுன்னு. வேட்ச் பேங்க்ல என்ன நீங்க பாத்தீங்கன்னா 0 to 50 ரொம்ப வைடு, 50 to 100 பயங்கர விட்த், 100 to 200 குறையுது, 200 to 500 ரொம்ப விட்த் கிடையாது. இட்ஸ் a very unusual formation, வேட்ச் பேங்க். பட் எனிவே 200 to 500 இவ்வளவு பெரிய ஒரு விட்த் இந்தியன் கோஸ்ட்ல இங்க மட்டும் தான் இருக்கு. மகாராஷ்டிரா பாருங்க பயங்கரமான விட்த், குஜராத்ல அவ்வளவு பெரிய விட்த் கான்டினென்டல் ஷெல்ஃப். 200 to 500 மீட்டர் டிஃபரன்ஸ் பாத்தீங்கன்னா மேப்ல உங்களுக்கு வித்தியாசமே கண்டுபிடிக்க முடியாது, அவ்வளவு பக்கத்துல போயிட்டு. ஸோ திஸ் இஸ் அ வெரி யூனிக் ஃபார்மேஷன். அது கொஞ்சம் இந்த நார்மல் ரூட்ல ப்ரொஜெக்ட் ஆகி நிக்கிறதுனால தான் இந்த ப்ராப்ளம் வருதுன்னு நான் நினைக்கிறேன். பட் எஸ், we can definitely say why இன்னும் ஒரு கொஞ்சம் தள்ளி போனா போயிடலாம் இல்ல, ஏன் போக கூடாது? That is a fundamental question that we are asking. வயலன்ஸ் இருக்கு. சோ ஒரு ரூட் போட்டான்னா த்ரூவா போறதுக்கு, எங்கேயுமே திரும்பாம த்ரூவா போறதுக்கு இது ஒரு கன்வீனியன்டா இருக்கும் போல இருக்கு. இட் இஸ் a convenience factor. I don't see that should necessarily be a criteria from our point of view. But most likely ships may find it very convenient. So இது 3-4 பலருடைய ஒப்பீனியனுக்கும் ஒரு சின்ன ரெஸ்பான்ஸ் மாதிரி எடுத்துக்கோங்க. இம்பாக்ட் ஆஃப் ஷிப்பிங் காரிடார்ன்ற இஷ்யூ நம்மளும் அதான் கேள்வி கேட்டுட்டு இருக்கோம். யாரு பண்ண போறா, இது யாருக்கும் ஒன்றும் தெரியாது. இப்பயே எந்த ஷிப் எவ்வளவு போகுதுன்னு ஒரு டேட்டாவும் யாரும் இருக்கிறதா சொல்ல மாட்டேங்கிறாங்க. அது வழியா எத்தனை பேர் போறான் யாரும் அதெல்லாம் ஒன்றும் கவுண்ட் பண்ற மாதிரி தெரியல. பட் லாட் ஆஃப் ஷிப் சீம் டு பி கோயிங் த்ரூ தட். பட் எஸ், பட் குளோபல் இதுல நாங்க பாத்துட்டோம். நம்ம செபாஸ்டியன் வழியா எனக்கு இன்ஃபர்மேஷன் கிடைச்சது. எங்கெல்லாம் ஒரு லிஸ்ட் இருக்கு. ஸோ அனில், ஃபார் யுவர் documentation and all that, I'll share that. ஏதாவது எங்கெல்லாம் இந்த TSS and shipping corridor அபிஷியலா IMO approved corridors இருக்கோ அதோடைய லிஸ்ட் இருக்கு. full list is there, and all those lists are this thing, and everywhere the ships are always saying fishermen, there is no restriction. It is the restriction is always on the side of the ships. That is the belief of the shipping sector. Okay,
So shipping corridor impacts, it is something that we are asking, we would like to know. Definitely, I am not saying it is a wrong question. I'm only saying a little skeptical who is going to do that. Joseph, questions, I mean, his opinions, you are right, important to get the Kollam MP and others to this thing. But the timing of the this thing as a big thing, I am not too sure. I think what has happened is, I'm also taking together with this TSS issue raised by more than one person. I also did not first understand that they have made a major change in terminology. It took some time for it to be realized because we are in one track. We see a sequence of things coming and nobody told us differently. So we are thinking it is the same thing. They are using some loose terminology. But now it is, I think, more or less clear that this is not a TSS. I don't think they have any intentions of going to the IMO and getting approval. I think they got fed up one by one. In fact, I was joking to somebody saying it is like being in a striptease. So in the Western countries, US strip mall இருக்கும் அதுவே ஒரு ஷோ நடந்துகிட்டே இருக்கும் ஒவ்வொரு துணியா அவுத்து இருக்கிறத பாக்குறதுக்கு ஆள் இருக்கு அந்த மாதிரி ஆரம்பிச்ச போது ஹோல் ஆஃப் த வெஸ்ட் கோஸ்ட் குஜராத் டு இதுன்னு ஆரம்பிச்சு ஒவ்வொன்னா பிச்சு போயிட்டான் இப்ப கோமணம் மட்டும்தான் பாக்கி இருக்கு அதோட ஒரு அட்வைசரின்னு போட்டுட்டு விட்டுலாமான்ற கூட அப்புறம் எனக்கு தோணுச்சு பாவம்பா கோமணத்தோட விட்டுட்டு போறான்றான் இட் இஸ் ரியலி pathetic. I think the officials were stuck. They had instruction to do something about it. They find it is 2 years old. Okay, put it as an advisory and finish with it. I have a feeling they have washed their hands off. But what are the implications for us? We still have to be careful. I'm not saying that it is something that we can ignore. We don't know what are the complications. If people start taking the advice seriously, what will happen? If they don't take the advice, because problem still is there of the security of fishermen. Safety of fishermen, நமக்கு வந்து only livelihood வச்சு மட்டும் பார்க்க முடியாது. கோவிட்லயும் அதே தான் ப்ராப்ளம். நம்ம எவ்வளவு லைவ்லிஹுட் சொல்றோம், கடைசியில கம்யூனிட்டி டிசிஷன் எடுக்குது. லைவ்லிஹுட் முக்கியம் இல்ல, உயிர் முக்கியம். நீ கடைக்கு போய் மீன் விற்காத, நீ போட்ல போகாத சொல்ற அளவுக்கு we have a situation. So നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ താല്പര്യം കാണിച്ച ഡൽഹി ഫോറത്തിന്റെ കോർഡിനേറ്റർ ശ്രീ അനിലിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഇത്രയും എഫേർട്ട് എടുത്ത് വിവേക് സാറ് ഞാനുമായി നിരന്തരം സംവദിക്കുന്നതാണ്. നിവേദനങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം തരുന്നത് നമ്മൾ തേടുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ശ്രീ ജോസഫ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ MP-മാരുടെയും അതുപോലെ തന്നെ മറ്റ് പൊളിറ്റീഷ്യൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ വിളിച്ചാൽ അവർ പങ്കെടുക്കും. വേണ്ടിയാൽ ഒരു ജനറൽ കമ്മ്യൂണിറ്റിയുടെ നിലയ്ക്ക് മത്സ്യമേഖലയിൽ ഇതര പ്രസ്ഥാനത്തിലുള്ള ആളുകളും ഇതര സോഷ്യൽ വർക്കേഴ്സിനെയും മത്സ്യത്തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഇത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊരു ആലോചന നടത്തുന്നുണ്ട്. ഇതുപോലെ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിലൂടെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. അത് സാധ്യത കണ്ട അതിനനുസരിച്ച് ചെയ്യും. നാളെ എന്തായാലും ഇപ്പൊ കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. നാളെ 12:30 മിനിസ്റ്ററിന്റെ മീറ്റിംഗ് കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്റെ മെസ്സേജ് ഇപ്പൊ വന്നു. എന്തായാലും നമുക്ക് നോക്കാം. നാളെ കേരളം എന്തായാലും നല്ല നിലപാടെടുക്കും. കോർഡിനേഷൻ കമ്മിറ്റി നിലപാടെടുത്തിട്ടുണ്ട്. നമുക്ക് തമിഴ്നാട് കേരള അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആക്ഷനിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം. എന്തായാലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ യോഗം അവസാനിച്ചതായി അറിയിച്ചുള്ളൂ.